സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഒരു നമ്പർ അതിനെ ഒരു മെട്രിക്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് 1 3 2 8 5 1. ഇതിനെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പം ഈ ഒരു എലമെൻറ്റ് മെട്രിക്സിനകത്തുള്ള എല്ലാ സാധനങ്ങളുമായിട്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 2 × 1 2, 2 × 3 6, 2 × 2 4, 8 × 2 16, 5 × 2 10, 2 × 1 2. ഇങ്ങനെയായിരിക്കും. സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. മൾട്ടിപ്ലൈ എവറി എലമെൻറ്റ് ബൈ ദാറ്റ് സ്കേലാർ. ആ സ്കേലാർ കൊണ്ട് എല്ലാ എലമെൻറ്റിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. അല്ലാത്ത മൾട്ടിപ്ലിക്കേഷൻ അത് കുറച്ച് പാടാണ് ഒഴികെ. മൾട്ടിപ്ലിക്കേഷൻ രണ്ട് മെട്രിക്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ദേ ഷുഡ് ബി ഒരു കൺഫേമബിൾ ആയിരിക്കണം. എപ്പോഴും നമുക്ക് ഒരു സാധനം മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യണമെങ്കിൽ സബ്ട്രാക്റ്റിൽ എന്തെങ്കിലും ഒരു കൺഫേമബിലിറ്റി കാണും. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ അഡീഷണൽ സബ്ട്രാക്ഷനിലും ദേ ഷുഡ് ബി ഓഫ് ദി സെയിം ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഒരേ ഡയമെൻഷനിലായിരിക്കണം അവർ. മൾട്ടിപ്ലിക്കേഷനിൽ വരുമ്പം അത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളം ഡയമെൻഷൻ ഓഫ് എ ഷുഡ് ബി ഈക്വൽ ടു ദ റോ ഡയമെൻഷൻ ഓഫ് ബി എന്നാണ്. രണ്ട് മെട്രിക്സ് ഉണ്ട്, എ ആൻഡ് ബി. രണ്ട് മെട്രിക്സ് തന്നിട്ടുണ്ടെങ്കിൽ ആദ്യത്തതിൻ്റെ കോളം ഷുഡ് ബി ഈക്വൽ ടു ദ റോ ഡയമെൻഷൻ ഓഫ് ബി. അതായത് എ ഐ ജെ എന്നാണ് ഒരെണ്ണത്തിൽ എഴുതുന്നത്, അടുത്തത് ബി ഐ ജെ എന്ന് എഴുതുകയാണെങ്കിൽ ഇതിൻ്റെ കോളവും ഇതിൻ്റെ റോയിൻ്റെ ഡയമെൻഷൻ ഈക്വൽ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ ഇത് ആദ്യത്തെ എ എന്ന് പറയുന്ന മെട്രിക്സ് 2/3 ഡയമെൻഷനിലാണ്. അതായത് 2 റോയും 3 കോളവും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് 3 എത്രയെങ്കിലോ 3/5 അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം. അതായത് ഇവിടെ വരുന്ന നമ്പറും ഈക്വൽ ആണെങ്കിൽ മാത്രമേ നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. രണ്ട് മെട്രിക്സ് തന്നിട്ടുണ്ടെങ്കിൽ ദേ ആർ കൺഫേമബിൾ ഫോർ മൾട്ടിപ്ലിക്കേഷൻ ഇഫ് ദി കോളം ഡയമെൻഷൻ ഓഫ് എ ഈസ് ഈക്വൽ ടു ദ റോ ഡയമെൻഷൻ ഓഫ് ബി. രണ്ട് മെട്രിക്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ആദ്യത്തതിൻ്റെ കോളത്തിന് എത്ര കോളം ഉണ്ട് അത് രണ്ടാമത്തേൻ്റെ അത്ര റോ ആയിരിക്കണം. ഇവിടെ 2/3 ഡയമെൻഷനിൽ, അതായത് 2 റോയും 3 കോളവുമാണ്. ആദ്യം എപ്പോഴും എഴുതുന്ന റോയും രണ്ടാമത് എഴുതുന്ന കോളവുമാണ്. ഇവിടെ 3 കോളമാണെങ്കിൽ രണ്ടാമത്തെ മെട്രിക്സിനകത്തിൽ വരുന്ന റോയ്ക്ക് അത് ഈക്വൽ ആയിരിക്കണം. ഇവിടെ 2/3 ആണെങ്കിൽ ഇത് 3 എത്രയെങ്കിലും എത്ര ആയാലും കുഴപ്പമില്ല. അപ്പോൾ റിസൾട്ടിങ് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന റിസൾട്ടിങ് മെട്രിക്സ് വിൽ ബി ഓഫ് ഡയമെൻഷൻ 2/5. റിസൾട്ട് ചെയ്യുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഡയമെൻഷൻ 2/5 ആയിരിക്കും. നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമുക്കൊരു മെട്രിക്സ് ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ അറിയാൻ പറ്റും വരുന്ന ആൻസർ ഏത് ഡയമെൻഷനിലായിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതായത് ചെയ്തെടുക്കാൻ പറ്റും. മൾട്ടിപ്ലിക്കേഷൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. ഇപ്പം ആദ്യത്തെ മെട്രിക്സ് 3 2 5 6. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻ 2/2 ആണ്. ഇത് എ മെട്രിക്സ് ആണ്. ആദ്യം തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ കോളം രണ്ടാമത്തെ മെട്രിക്സിൻ്റെ റോയ്ക്ക് ഈക്വൽ ചെയ്യണം. അതായത് ഇവിടെ 2 റോ ഉണ്ടായിരിക്കണം എന്ന് ഉദ്ദേശിക്കും. ഇപ്പോൾ 5 6 3 2 1 7. ഇതിൻ്റെ ഡയമെൻഷൻ 2/3 ആണ്. ഇത് 2/2 ആണ്. ഇത് സ്ക്വയർ മെട്രിക്സ് ആണ്. ഇത് 2/3 ആണ്. പക്ഷേ ഇത് കൺഫേമബിൾ ഫോർ മൾട്ടിപ്ലിക്കേഷനാണ്. കാരണം ഇവിടുത്തെ കോളത്തിൻ്റെ എണ്ണം ഇവിടുത്തെ റോയുടെ എണ്ണത്തിന് ഈക്വലാണ്. തരുന്ന ക്വസ്റ്റ്യനകത്ത് ഒന്ന് നോക്കിയാൽ മതി ഡയമെൻഷൻ ഏതാണ്. അപ്പം മനസ്സിലാവും ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന്. 2/2 ആണ്. ബോത്ത് ആർ കൺഫേമബിൾ ഫോർ മൾട്ടിപ്ലിക്കേഷൻ. ആദ്യം അത് എഴുതുന്നത് ദേ ആർ കൺഫേമബിൾ ഫോർ മൾട്ടിപ്ലിക്കേഷൻ. ദ റിസൾട്ടിങ് മെട്രിക്സ് വിൽ ബി അങ്ങനെ തന്നെ എഴുതണം. റിസൾട്ടിങ് മെട്രിക്സ് വിൽ ബി ഓഫ് ഡയമെൻഷൻ 2/3. കാരണം പിന്നെ ബാക്കി കിടക്കുന്ന രണ്ട് നമ്പറിൻ്റെ ഇതായിരിക്കും. അപ്പോൾ 2/3 ഡയമെൻഷനിലായിരിക്കും അടുത്ത മെട്രിക്സ് കിട്ടാൻ പോകുന്നത്. ഇത് ചെയ്യുന്നതിൻ്റെ റൂള്